ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അല്ലേ നമ്മളത് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പയറൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ പയറൊക്കെ അത്യാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട്. നമുക്കതൊന്ന് പൊട്ടിക്കാൻ വേണം. നമുക്ക് പൊട്ടിച്ചാലോ? പയർ പൊട്ടിച്ച് ഇനി പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കണം. രാവിലെ ജോലിക്ക് പോകാനുള്ളതാണ്. ഇത് കണ്ട നമ്മളവിടെ ഉണ്ടായിരുന്ന പയർ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഒരു കൈൻ്റെ അത്രയ്ക്ക് വലിപ്പമുണ്ട്. ഫസ്റ്റ് ഉണ്ടായത് ഇതാണ്. ഏകദേശം നന്നായി മൂത്തു. പക്ഷേ ഇതിൻ്റെ പകുതി എൻ്റെ മോൻ പറിച്ചുകൊണ്ട് പോയി, പൊട്ടിച്ചിട്ട് പോയി. ഇതാണ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. ഞാൻ ഇന്ന് വിചാരിച്ച് ഇതെല്ലാം കൂടിയിട്ട് ഇന്ന് ഒന്ന് പറിച്ച് ഒരു ഉപ്പേരി പോലെ വെക്കാം. സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിന് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവില്ലേ? അതുപോലെ ഒരു സന്തോഷം തന്നെയായിരുന്നു കേട്ടോ എനിക്കും. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ പയറൊക്കെ നടണേ. അപ്പോൾ പയർ നട്ടിട്ട് ഇത്രയും പയർ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അതിലേറെ ഒരു അഭിമാന നിമിഷമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം എൻ്റെ പഴയ വീഡിയോസ് ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. ഞാനൊരു ഇഞ്ചി നട്ടിട്ടൊരു കഥയുണ്ടായിരുന്നു. ഇഞ്ചി ഞാൻ വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട്, ഒരുപാട് ഇഞ്ചി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാനത് ഇഞ്ചി കട പറിച്ചു നോക്കിയത്. പക്ഷേ ഞാൻ നട്ട ഇഞ്ചി അല്ലാതെ വേറെ ഒരു ഇഞ്ചി പോലും അതിലുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് സങ്കടമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അതിൽ കുറേ ഇഞ്ചി ഉണ്ടാവുമെന്ന്. അതുപോലെ തന്നെ ആവും എൻ്റെ പയറും എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ അല്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് പയറുണ്ടായിട്ടുണ്ട്. കൃഷി ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ പോയി കൃഷി ചെയ്തോട്ടോ. നമ്മൾ ആ കൃഷി ചെയ്തിട്ട്, അതായത് നമ്മൾ വിത്ത് മുളച്ച് അതിന് വളമിട്ട് വെള്ളമൊഴിച്ച് അതിൽ നിന്ന് നല്ലൊരു കായ്ഫലം ഉണ്ടായി കഴിയുമ്പോണ്ടല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അത് പറിച്ചെടുക്കുമ്പോൾ. എന്നുവെച്ചാൽ നമ്മളായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേ വേഗം പോയി ചെയ്തോട്ടോ. ഇത് ഇത്രയും പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏറ്റവും വലിപ്പമുള്ള പയർ ഇതാണ്. 2 തരം പയറെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് വേറെ സൈസ് പയറാണ്. ഇത് കുറ്റിപ്പയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ അന്ന് നട്ടിട്ടുണ്ടായിരുന്ന ഏറ്റവും വലിയ പയർ. 28 മണിയാണ് അങ്ങനെ എന്തുകൊണ്ട് പേര് പറഞ്ഞത്. 2 പയർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തോരൻ വയ്ക്കാൻ പോയിട്ട്. പയർ നടാൻ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒപ്പം നമ്മൾ പയർ മാത്രമല്ല, ഒപ്പം നമ്മൾ വെണ്ടക്കായും കൂടി നട്ടിട്ടുണ്ടായിരുന്നു. ആ വെണ്ടക്കായ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോ വെണ്ടക്കായ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ ആ വെണ്ടക്കായും എടുത്തായിരുന്നു കേട്ടോ. ഞാൻ സാമ്പാർ വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ പയറൊക്കെ കൊണ്ടുവന്നിട്ട് അരിഞ്ഞ് വേഗം തന്നെ ഉപ്പേരി വയ്ക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ ജോലി ഉണ്ടായിരുന്നു. ജോലിയുള്ള ദിവസമാണ് ഞാൻ പയർ പൊട്ടിച്ചെടുത്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ പയറിനൊക്കെ കിളികളൊക്കെ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം ദിവസം ഇങ്ങനെ പയർ അതുമ്പോൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല. കിളികളൊക്കെ വന്നിട്ട് കൊത്തിക്കൊണ്ട് പോകും. അതുമാതിരി തന്നെ കുറച്ച് ഉറുമ്പുകളുണ്ടായിരുന്നു. ഉറുമ്പും വന്നിട്ട് നമ്മുടെ പയർ മണി തിന്നിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ പറിച്ചെടുത്തത്. അങ്ങനെ എൻ്റെ പയർ അടുപ്പത്ത് തന്നെയാണ് എല്ലാ കറികളും നമ്മൾ വയ്ക്കുന്നുണ്ടായിരുന്നത്. രാവിലത്തേക്കുള്ള തിക്കും തിരക്കാണ്. അപ്പോൾ ഞാൻ പയർ വയ്ക്കാൻ നോക്കിയപ്പോഴാണ് രാവിലത്തേക്ക് മുതിര വയ്ക്കണമായിരുന്നു. അപ്പോൾ മുതിര ഓൾറെഡി നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് അടുപ്പത്ത് വന്ന് കാച്ചാണ് ചെയ്തത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ചോറാവുന്നുണ്ടായിരുന്നു. വേഗം ചെയ്യുകയാണ്. കാരണം നമുക്ക് 8:30 ജോലിക്ക് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എല്ലാ പണികളും കഴിയണം. നമ്മുടെ മുതിര കൂട്ടാനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് പയർ വയ്ക്കാമെന്നുള്ളത് വെച്ചിട്ടാണ് ഞാൻ വേഗം സ്പീഡായത്. മുതിര വെച്ച അതേ ചട്ടി തന്നെയാണ് ഞാൻ വെച്ചത്. കാരണം എനിക്ക് കഴുകാനുള്ള നേരമൊന്നും ഉണ്ടായില്ല. അപ്പോൾ വേഗം തന്നെ മുതിര അങ്ങോട്ട് മാറ്റിയിട്ട് പയർ വെച്ചു. സാധാരണ എല്ലാവരും പയർ വയ്ക്കണ മാതിരി തന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മുടെ കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് മുളകൊക്കെ കൂടിയിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് പിന്നെ അതിൽ പയർ തട്ടിയിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ്. ഉപ്പും കൂടി വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെന്ത് വരാനായിട്ട് മുമ്പേ തന്നെ ഞാൻ വേഗം തന്നെ ഓടിപ്പോയിട്ട് കുളിക്കാനായിട്ട്. കാരണം സമയം 7:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വേഗം കുളിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും നേരം വൈകും. അതുകൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് വിട്ടു. ഗ്യാസിൻ്റെ ക്ഷാമം കാരണം എനിക്ക് തോന്നുന്നു എല്ലാവരും അടുപ്പത്ത് തന്നെയായിരിക്കും കൂട്ടാനൊക്കെ വെക്കുന്നുണ്ടാവുക. ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കൂട്ടാനൊക്കെ അടുപ്പത്ത് വയ്ക്കണത്. അല്ലെങ്കിൽ നമ്മൾ ഗ്യാസിൽ തന്നെയാണ് വെക്കാറ് കൂട്ടാനൊക്കെ. പിന്നെ നമ്മൾക്ക് രാവിലെ എഴുന്നേറ്റ് അടുപ്പത്ത് കൂട്ടാനൊക്കെ വയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്ത. അപ്പോൾ ഞാൻ പയറൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ നോക്കിയത് ഞാൻ മൂടി വയ്ക്കുകയാണ് കേട്ടോ. മേക്കപ്പൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചോറ്, ചമ്മന്തി, നമ്മുടെ സ്പെഷ്യൽ പയറുതോരൻ, മുതിര ആൻഡ് ഇന്നലത്തെ പപ്പടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ, ബൈ.